ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് നെക്സ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. നമ്മളിതുവരെയും ബീഡ്സ് വർക്ക് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാനിതിനായിട്ട് 2 വയർ ബോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ ബീഡ്, ആ ഫ്ലവർ ബീഡ് ഡബിൾ ഹോൾ വരുന്ന ഫ്ലവർ ബീഡാണ്. പിന്നെ അതുപോലെ 6 mm വൈറ്റ് ബീഡും ഗോൾഡ് ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എൻഡ് ടേപ്പാണ്. ഇത്രയും വച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബോ സെറ്റ് ചെയ്യണത്. അതിന് ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ വയർ ബോ എടുത്ത് 2 ബോയും ഒരേ രീതിക്ക് വയ്ക്കുക. ഒരേ രീതിയിൽ ചേർത്ത് വച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ബോയിൽ നമ്മൾ ഈ രീതിയിലാണ് എൻഡ് ടേപ്പ് ചുറ്റിയെടുക്കണത്. ഇപ്പം നമ്മൾ ഇതുപോലെ എൻഡ് ടേപ്പ് ചുറ്റിയതിന് ശേഷം ബാലൻസ് വരുന്ന എൻഡ് ടേപ്പിനെ കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം ഇതുപോലെ വച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 വയർ ബോയും കൂടെ ഇതുപോലെ എൻഡ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 വയർ ബോയിലായിട്ട് വൈറ്റ് ബീഡ് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വീതം നമുക്ക് വൈറ്റ് ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കാം. ഇപ്പം ബീഡ്സ് കോർക്കണ എല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ടാണ് സ്പീഡിൽ ചെയ്യണത്. 2 സൈഡിലും ഒരേ രീതിക്ക് നമുക്ക് വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് മുന്നേ, ഇത് നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ്. മുന്നേയുള്ള ക്ലാസ് കാണാത്തവർ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഹെയർ ആക്സസറീസ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ഓണ തീം അനുസരിച്ചും നമുക്ക് ഓണത്തിന് സെയിൽ കിട്ടുന്ന ഐറ്റങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിതിൻ്റെ ഹാഫ് പോർഷൻ ഇതുപോലെ ഒരേ അളവിന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫ്ലവർ ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ 2 ഹോളിലായിട്ട് ഈ 2 വയർ ബോയും ഇതുപോലെ നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ 2 വയർ ബോയിലും 3 ഗോൾഡ് ബീഡ് വീതം നമുക്കിതുപോലെ കോർത്ത് കൊടുക്കാം. 2 സൈഡിലെ ബോയിലും കോർക്കണേ. ഈ 3 ബീഡ്സ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഫ്ലവർ ബീഡ് തന്നെയാണ് ഇടുന്നത്. ഇപ്പം ഞാനൊരു 4 ഫ്ലവർ ബീഡോടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് സെയിൽ കിട്ടുന്നില്ല, ചെയ്യുന്നുണ്ട് സെയിൽ കിട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ പരമാവധി ശ്രമിക്കുക, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല, നമ്മൾ സ്റ്റാറ്റസ് വെക്കുക. ഞാൻ ഒത്തിരി വീഡിയോസിൽ പറയണതാണ്, പരമാവധി നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. നമ്മൾ ഇതുപോലെ ഹെയർ ആക്സസറീസ് ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക. പിന്നെയെന്ന് വെച്ചാൽ അമിതമായ ലാഭം ഇടാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ട് സെയിൽ കിട്ടും. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊന്നും വലിയ സെയിലില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ തിരക്കി ഓരോരുത്തർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി, അതായത് ചെയ്ത് കൊടുക്കുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും വലുതായിട്ട് നമുക്ക് വർക്ക് കിട്ടില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ എങ്കിൽ നിങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ട് നിൽക്കുക. ഓരോ മോഡൽസ് വെച്ച് നിങ്ങൾ ഫോട്ടോസ്, പിന്നെ സ്റ്റാറ്റസ് ആയാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സോഷ്യൽ മീഡിയ പേജസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഓരോ ഫോട്ടോസ്. ഇപ്പം നമ്മൾ ഈ ബോയിൻ്റെ മുകൾ പോർഷനിൽ ഇതുപോലെ ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത അതേ രീതിക്ക് 2 സൈഡിലും നമ്മൾ വീണ്ടും ബീഡ്സ് കോർത്തതാണ്. ഇപ്പോൾ ബീഡ്സ് കോർക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇതുപോലെ 2 ബോയും കൂടെ ചേർത്ത് വച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്രിസ്റ്റൽ ബീഡ് വച്ച് ചെയ്ത ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് കാണണം. ഈ വൈറ്റ് ഫ്ലവർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലവർ ഉണ്ടോ, ഏത് ബീഡ്സാണോ ഉള്ളത് അത് വച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഈ സെയിം കളർ എടുക്കണമെന്നുമില്ല. ഇപ്പം ഞാൻ വേറെ കുറച്ച് മോഡൽസും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെയ്തത് ഈ ഒരു മോഡലാണ്, ഫ്ലവറും ഗോൾഡ് ബീഡും വൈറ്റ് ബീഡും ആയിട്ട് ചെയ്തത്. അടുത്തതെന്ന് വെച്ചാൽ ഇത് എടുത്തേക്കുന്ന 8 mm വൈറ്റ് ബീഡാണ്. പിന്നെ ഇതുപോലുള്ള ചെറിയ ബീഡ്സുകൾ കണക്കുള്ള വലിയ ബോൾ സൈസിലുള്ള ബീഡാണ്. ആ ബീഡ്സ് നമ്മൾ ടോപ്പ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് റിങ്ങാണ്, സ്റ്റോണ് വരുന്ന റിങ്ങും കൂടെ ആഡ് ചെയ്തേക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അതാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന. ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഹെയർ ആക്സസറീസിൻ്റെ അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഈ ഒരു ബോ ചെയ്യുന്നതിൻ്റെയും ഷോർട്സ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ലിങ്ക് ഇട്ട് തരാമേ.
അടുത്തത് ഒറ്റ കളർ ബീഡ്സാണ്. ഇതും ഞാൻ 8mm ബീഡ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് എൻഡ് ടേപ്പ് പൊട്ടിക്കുക, അതിനുശേഷം ബീഡ്സ് കോർക്കുക, വീണ്ടും എൻഡ് ടേപ്പ് പൊട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് 4mm ബീഡ്സാണ് എടുത്തേക്കുന്നത്. ഗോൾഡ് 4mm തന്നെ, കളർ ബീഡും 4mm ബീഡ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ചെയ്തേക്കുന്നത് നമ്മൾ ഗിയർ വയർ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. മെറ്റൽ ബോയിലുമാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗിയർ വയർ ഉപയോഗിച്ച് ചെയ്തതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടിടുക. ഒത്തിരിയും പേര് കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ലൈക്ക് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നത്. ഇതാണ് ഗിയർ വയർ. ഈ ഗിയർ വയർ വച്ചിട്ടാണ് നമ്മൾ ഈ 2 ബോയും ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടിടുക. അതുപോലെ ഇത് ഏതെങ്കിലും ഐറ്റങ്ങൾ നിങ്ങൾക്ക് ചെയ്തതായിട്ട് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ.